ജനീവയിൽ ചൊവ്വാഴ്ച നടക്കുന്ന ഇറാൻ അമേരിക്ക രണ്ടാം വട്ട പരോക്ഷ ചർച്ചയ്ക്ക് മുന്നോടിയായി മധ്യസ്ഥ രാജ്യങ്ങളും തെഹ്റാനും തമ്മിൽ ആശയവിനിമയം തുടരുന്നു. ഗൾഫ് മേഖലയിൽ യുദ്ധഭീതി പടർത്തി US സൈനിക വിന്യാസം തുടരുന്നതിനിടെയാണ് ജനീവ ചർച്ച. ഭരണമാറ്റമാണ് ഇറാനിൽ സംഭവിക്കാവുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇറാനെതിരെ ലോകരാജ്യങ്ങളെ അണിനിരത്താനും അമേരിക്ക ശ്രമം നടത്തിയിട്ടുണ്ട്. MCA നാസർ വിവരങ്ങൾ നൽകും. MCA, ഈ അമേരിക്കയുടെ ശ്രമങ്ങൾ ഈ രീതിയിലുള്ള ശ്രമങ്ങൾക്കിടെയാണോ ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾ തെഹ്റാനുമായി ഒരു ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നത്? എന്താകും പ്രധാനമായി ചർച്ച ചെയ്യുന്നത്? ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ഈ ആണവ വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതായിരിക്കും. കാരണം യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ ചില ഇളവുകൾ നൽകാമെന്ന് ഇറാൻ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ഇപ്പോൾ ജനീവയിൽ എത്തിയിരിക്കുന്നത്. മധ്യസ്ഥ രാജ്യങ്ങൾ പ്രധാനമായിട്ടും ഖത്തർ, ഈജിപ്ത്, ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ മധ്യസ്ഥ നീക്കവുമായി രംഗത്തുള്ളത്. തുർക്കിയും ഈ മധ്യസ്ഥ രാജ്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 4 രാജ്യങ്ങളും ചേർന്നുകൊണ്ടാണ് ഒരു മേഖലയിലെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള പ്രതിസന്ധി മറികടക്കാനുള്ള നീക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ആണവ വിഷയത്തിൽ മാത്രമായിരിക്കും തങ്ങളുടെ ചർച്ച. മറ്റൊരു വിഷയവും ഈ ചർച്ചയുടെ പരിധിയിൽ വരാൻ പാടില്ല എന്ന കൃത്യമായിട്ടുള്ളൊരു നിലപാട് ഇറാൻ കൈക്കൊള്ളുകയും അത് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് ഒരു മറുപടി എന്ന നിലയ്ക്ക് അമേരിക്ക ഏതായാലും ആണവ വിഷയത്തിൽ ചർച്ച നടത്തുകയും അങ്ങനെ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് മാത്രമല്ല പരമാവധി ഈ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കാനുള്ള ഒരു നിർദ്ദേശമായിരിക്കും അമേരിക്ക മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഒരു സ്വീകാര്യമായിട്ടുള്ള ഒരു ഫോർമുലയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് മധ്യസ്ഥ രാജ്യങ്ങൾ പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ CBS ചാനൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് റിപ്പോർട്ട്. ഇസ്രായേലിന് സ്വന്തം നിലയ്ക്ക് തന്നെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്കെതിരെ ആക്രമണം നടത്താം, അതിന് അമേരിക്ക പിന്തുണയ്ക്കാമെന്ന നിർദ്ദേശം ട്രംപ് മുന്നോട്ട് വെച്ചതായിട്ടാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ CBS ചാനൽ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 2 പ്രശ്നങ്ങളും തീർക്കുക എന്നതായിരിക്കണം ഇസ്രായേലും അമേരിക്കയും തമ്മിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന ധാരണ. എന്തായാലും ചൊവ്വാഴ്ച നടക്കുന്ന ഈ ചർച്ചയിലൂടെ ഒരു സ്വീകാര്യമായിട്ടുള്ളൊരു ഫോർമുല രൂപപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ മേഖലയിൽ പിന്നിട്ട ആഴ്ചകളായി തുടരുന്ന ഈ സംഘർഷത്തിന് അറുതി വരും. അതല്ല ഈ പുതിയ യുദ്ധക്കപ്പൽ കൂടി ഈ മേഖലയിലേക്ക് വരുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ കൂടുതൽ സൈനിക സമ്മർദ്ദത്തിലൂടെ ഇറാനെ വിധേയപ്പെടുത്താനുള്ള നീക്കം തന്നെയായിരിക്കും അമേരിക്ക നടത്തുക. എന്തായാലും പ്രതീക്ഷയ്ക്കും ആശങ്കയ്ക്കും ഇടയിൽ തന്നെയാണ് പശ്ചിമേഷ്യ ഈ ദിവസങ്ങളിലൊക്കെയും കടന്നു പോകുന്നത്. ദിവ്യ, ശരി. എന്തായാലും ചൊവ്വാഴ്ചയാണ് ജനീവ ചർച്ച നടക്കുന്നത്. ഇറാൻ അമേരിക്ക ആണവ ചർച്ചയുടെ 2ാം ഘട്ടമാണ്. പക്ഷേ ആ ചർച്ചയ്ക്ക് മുന്നോടിയായി തന്നെ ചില അപ്രതീക്ഷിത നീക്കങ്ങൾ, നിർണായക നീക്കങ്ങൾ കൂടി നടത്തിവരികയാണ് അമേരിക്ക. MCA നാസറാണ് വിവരങ്ങൾ നൽകിയത്.